ഹലോ ഹായ് വെൽക്കം ബാക്ക് സിനിമേഷന്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുരന്തർ ദി റിവെഞ്ച് സിനിമ കണ്ടിരിക്കുകയാണ്. അതായത് ദുരന്തറിന്റെ രണ്ടാം ഭാഗമാണ്. 2025 ഇറങ്ങിയ സിനിമയുടെ രണ്ടാം ഭാഗം ഇന്നലെയാണ് ഇറങ്ങിയെന്ന് പോയിട്ട് തന്നെ കണ്ടാണ്. ആദ്യമായിട്ടാണ് ഇറങ്ങിയെ പോയിട്ട് കാണുന്നത് സിനിമ. അങ്ങനെ സിനിമ കണ്ടു. സിനിമയുടെ 4 മണിക്കൂറുണ്ട് ഈ സിനിമ. അതായത് ഒരു രക്ഷയില്ലാതെ പോകുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് മുന്നേ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആദിത്യ ദഹാറാണ്. പുള്ളി തന്നെയാണ് എഴുതിയിരിക്കുന്നത് കൂടി. സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് രൺവീർ സിംഗ് ആണ്. പിന്നെ സഞ്ജയ് ദത്ത് ഉണ്ട്, പിന്നെ സാര അർജുൻ, അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു കിടിലൻ സിനിമയാണ് ഇത്. ഇവരെല്ലാവരുടെ പെർഫോമൻസ് കൂടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പെർഫോമൻസ്, ഒരു രക്ഷയില്ല. അതായത് രൺവീർ സിംഗിന്റെ പെർഫോമൻസ് ഒക്കെ പീക്ക് ലെവലിലുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. പുള്ളി ആ ക്യാരക്ടറിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വന്നു പോകുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഫണ്ണി ക്യാരക്ടേഴ്സ് ഒക്കെ ആയാലും ഇതൊക്കെ ആയാലും ഒരുപാട് നല്ല ടെററിസ്റ്റ് ഇവരൊക്കെ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നിങ്ങൾക്ക് ഈ സിനിമയുടെ ആദ്യം ഭാഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെടും. സെക്കൻഡ് ഭാഗം കൂടി ഇല്ലെങ്കിൽ ഒന്നും പ്രയോജനമില്ല. പക്ഷെ ആദ്യ ഭാഗം ഇഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് ഈ സിനിമ നന്നായിട്ട് വർക്കാവും. പിന്നെ ഈ സിനിമയിൽ നിങ്ങൾ ആദ്യ ഭാഗം കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതായത് രൺവീർ സിംഗ് സ്പൈ ആയിട്ട് പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ, ആ ഒരു രീതിയൊക്കെ ഉണ്ടല്ലേ, ആ രീതിയിൽ പോകുന്നു. പിന്നെ ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അതായത് പുള്ളിയുടെ ബാക്ക് സ്റ്റോറി, പിന്നെ പുള്ളി അങ്ങനെ എത്തിപ്പെട്ട അവിടെ ആ രീതിയിൽ പോകുന്ന ഒരു, അതായത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ചെയ്യുന്ന ഒരു കിടിലൻ സിനിമ വേണമെന്ന് പറയാം. ഇത് ഇത്രക്ക് നന്നായിട്ടുണ്ട് സ്റ്റോറി. ഈവൻ സ്ക്രീൻ പ്ലേ കൂടി അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു സ്ക്രീൻ പ്ലേ, ഒരു ലാഗ് അടി ഇല്ലാതെ കിഡിലനായിട്ട് പോകുന്നുണ്ട് സ്ക്രീൻ പ്ലേ. പിന്നെ സിനിമാറ്റോഗ്രാഫി കൂടി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ്, പിന്നെ ഒന്നും പറയാനില്ല സിനിമയെ കുറിച്ച്. എഡിറ്റിംഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ടായി. പിന്നെ പറയണെങ്കിൽ സിനിമയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ല, കിഡിലനായിട്ടുണ്ടായി. പക്ഷെ എനിക്ക് ചിലപ്പോ ഒരു ഡൗട്ട് പോലെ തോന്നുന്നുണ്ട്. അതായത് ആദ്യത്തെ ഭാഗത്തിന് മ്യൂസിക് എനിക്ക് നന്നായിട്ട് വർക്ക് ആയ പോലെ തോന്നുന്നു. സെക്കൻഡ് കുറച്ചും കൂടി ഒരു ഒരു ഹൈപ്പ് ഇല്ലാതെ പോലെ ഫീൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയതായിരിക്കും, കാര്യമില്ല കറക്റ്റായിട്ട്. പിന്നെ പിന്നെ പറയണെങ്കിൽ സൗണ്ട് ഡിസൈൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ആ തിയേറ്ററിൽ ചില ഫൈറ്റ് സീക്വൻസിലൊക്കെ ഉണ്ടാവുന്ന സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ്, ഇതൊക്കെ കിഡിലാനായിട്ടുണ്ട്. ഒരു ഫൈറ്റ് സീൻസ് ഒക്കെ പീക്ക് ലെവലായിട്ടുണ്ട് ഫൈറ്റ്സ് ഒക്കെ. അതായത് സ്ട്രിക്ട്ലി ഇത് അഡൾട്ട് ഓൺലി സിനിമയാണ്. അതായത് അത്രക്ക് ബ്രൂട്ടൽ ആയിട്ടുള്ള ഫൈറ്റ്സ് ആണ് ഈ സിനിമയിലുള്ള ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ടാണ് അഡൾട്ട് ഓൺലി ആണ്, പിള്ളേരൊക്കെ കൊണ്ടുപോകരുത്. ബ്രൂട്ടൽ ആയിട്ടുള്ള ഫൈറ്റ്സ് ആണ് ഈ സിനിമയിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ പറയണമെങ്കിൽ അതായത് ഒരു കിഡിലൻ സ്പൈ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സിനിമ നന്നായിട്ട് വർക്കാവും. അതായത് പീക്ക് ലെവലിലായിട്ടുള്ള ഒരു സിനിമ വേണമെങ്കിൽ പറയാം ഈ സിനിമ. അതായത് പീക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. 4 മണിക്കൂർ കൊണ്ട് വേണം, അതൊരു പ്രോബ്ലമാണ്. പക്ഷെ 4 മണിക്കൂർ ബോറടിക്കാതെ കിഡിലനായിട്ട് പോകുന്നുണ്ട്. രണ്ടുപേരെ നന്നായിട്ടുണ്ടായി. പിന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കിഡിലനായിട്ട് പോകുന്നുണ്ട്. അതായത് ഒരു ലാഗ് അടി ഇല്ലാതെ നല്ലതായിട്ട് പോകുന്നുണ്ട് ഫസ്റ്റ് ഹാഫ്. അതായത് പുള്ളിയുടെ ബാക്ക് സ്റ്റോറി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇന്റർവെല്ലിന് ശേഷമുള്ള ഫൈറ്റ് സീക്വൻസ് ആയാലും ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതായത് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന സിനിമ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആ ആക്ഷൻ സീക്വൻസ്, പീക്ക് ആക്ഷൻ സീക്വൻസ് കിഡിലായിട്ടുണ്ടായി. പിന്നെ ക്ലൈമാക്സ് ഒരുപാട് ഹൈപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായി ക്ലൈമാക്സ്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ സിനിമ ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ് വരെ കിഡിലനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമ കാണാത്തവരെണ്ണം പോയിട്ട് കണ്ടോളി, ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അടുത്ത വീഡിയോയിൽ കിട്ടാം. ബൈ.